ചൊവ്വയിലും ചന്ദ്രനിലും നെല്ല് വിളയുമെന്ന് കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? എന്നാൽ ഇപ്പോൾ അതും കണ്ടെത്തിയിരിക്കുകയാണ്. നെൽകൃഷി ചെയ്യാൻ ആവശ്യമായ എല്ലാ പോഷകങ്ങളും ചൊവ്വയിലെ മണ്ണിലുണ്ടെന്ന് ഗവേഷകർ ഇപ്പോൾ പറയുന്നു. ചൊവ്വയിൽ മനുഷ്യർക്ക് ദീർഘകാലം താമസിക്കാനുള്ള പദ്ധതികൾ നാസ അടക്കമുള്ള ബഹിരാകാശ ഏജൻസികൾ തയ്യാറാക്കുന്നതിനിടെയാണ് ഗവേഷകർ പുതിയ കണ്ടെത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നെൽകൃഷിക്കാവശ്യമായ ഘടകങ്ങളെല്ലാം ചന്ദ്രന്റെ മണ്ണിലുണ്ടെന്നും എന്നാൽ മനുഷ്യന്റെ സഹായം കൂടി വേണ്ടിവരുമെന്നും പ്ലാനറ്ററി ശാസ്ത്രജ്ഞനായ അഭിലാഷ് രാമചന്ദ്രൻ ലൂണാർ ആൻഡ് പ്ലാനറ്ററി സയൻസ് കോൺഫറൻസിൽ വ്യക്തമാക്കി. ചെടികൾക്ക് ഹാനികരമാകുന്ന പെർക്ലോറേറ്റ് എന്ന ഘടകം ചന്ദ്രന്റെ ഉപരിതലത്തിലുണ്ടെന്നും ഇത് നീക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യനെ ചൊവ്വയിലേക്ക് അയക്കുമ്പോൾ എല്ലാം ഭൂമിയിൽ നിന്നും കൊണ്ടുപോകാനാകില്ലെന്നും അത് പദ്ധതിയുടെ ചെലവ് വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചന്ദ്രനിൽ നെൽകൃഷി ചെയ്യുന്നതാകും നല്ലതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെല്ലിൽ നിന്ന് അരി ഉൽപ്പാദിപ്പിച്ച് പാകം ചെയ്ത് കഴിക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലാബിൽ ചൊവ്വയിലെ സാഹചര്യം കൃത്രിമമായി സൃഷ്ടിച്ചായിരുന്നു ഗവേഷണം നടത്തിയത്. സാധാരണ പോട്ടിംഗ് മിക്സിലും ചൊവ്വയിലേതുപോലെ സമാനമായ യുഎസിലെ മൊസേജ് മരുഭൂമിയിലെ ബസാൾട്ട് മിശ്രിതത്തിലും നെൽകൃഷി ചെയ്തു പരീക്ഷിച്ചു. എല്ലാ നെൽച്ചെടികൾക്കും ദിവസവും 2 നേരം വെള്ളമൊഴിച്ചു. ചൊവ്വയിലെ മണ്ണിന് സമാനമായ മിശ്രിതത്തിലും നെല്ല് വളർന്നതായി ഗവേഷകർ കണ്ടെത്തി. ചൊവ്വയിലെ മണ്ണിൽ തണ്ടുകൾക്കും വേരുകൾക്കും കനം കുറവായിരിക്കുമെന്നും ഈ മണ്ണിൽ അല്പം പോട്ടിംഗ് മിക്സ് കലർത്തിയാൽ വലിയ ഗുണമുണ്ടാകുമെന്നും അവർ വിലയിരുത്തി. ചൊവ്വയിലെ മണ്ണിലുള്ള പെർക്ലോറേറ്റ് അധികമായി കലരുമ്പോൾ ചെടികൾ വളരുന്നില്ലെന്നും ഗവേഷകർ കണ്ടെത്തി. എന്നാൽ 1 കിലോ മണ്ണിൽ 1 ഗ്രാമിൽ താഴെ മാത്രമാണ് പെർക്ലോറേറ്റ് ഉള്ളതെങ്കിൽ ജനിതക വ്യതിയാനം വരുത്തിയ ഒരിനം നെല്ല് മാത്രം വളരുന്നതായും ഗവേഷകർ കണ്ടെത്തിയിരുന്നു. ചൊവ്വയിലെ യഥാർത്ഥ മണ്ണിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന നെല്ലിനം വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ശാസ്ത്രജ്ഞർക്ക് ഇപ്പോൾ ഉള്ളത്.